രാജു പി നായർ, അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഏത് കാരണത്താലാണ് ഈ ഭേദഗതി എന്നുള്ള കാര്യത്തിൽ ഒരു മറച്ചുവെക്കലില്ല. മനസ്സിലായില്ല, മറച്ചുവെക്കലില്ല എന്ന് പറഞ്ഞാൽ? അല്ല, ഈ ലോകായുക്ത നിയമ ഭേദഗതി എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം, കെ ടി ജലീലിന്റെ കേസ് അതൊരു പാഠമായിരുന്നു എന്നാണ് പറയുന്നത്. അതെ അതെ അതെ. അപ്പോ ഇന്നത്തെ പിണറായി വിജയന്റെയും മകളുടെയും അഴിമതി വെളുപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്വന്തം നേതാവായ ഇ.കെ. നായനാരുടെ മാത്രമല്ല, ഈ പിണറായിസ്റ്റുകൾ CPM-ന്റെ നിലപാടിനെ പോലും തള്ളിപ്പറയും അല്ലേ? ഇവിടെ അരുൺകുമാർ ഇതിനെ നോർമലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് സാമാന്യവൽക്കരിച്ച് ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താ? കേന്ദ്രത്തിന്റെ ലോക്പാൽ നിയമത്തിനോട് ചേരുന്ന രീതിയിൽ ഇവിടെ മാറ്റം വരുത്തുന്ന എന്താ ലോക്പാൽ നിയമത്തിനോടുള്ള CPM-ന്റെ നിലപാട്? എന്തായിരുന്നു ലോക്പാൽ നിയമത്തിനോടുള്ള CPM നിലപാട്? പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നതായിരുന്നോ? അപ്പോ CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോയുടെ നിലപാടിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ അച്ഛനെയും മകളെയും സംരക്ഷിക്കാൻ വേണ്ടി ഇവരെന്തും ചെയ്യും. അതല്ലേ ഈ കാണുന്നത്. ഇനി കേരളത്തിൽ മാത്രമാണ് നിയമം, ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അരുണെ, അതല്ലേ കേരള മോഡൽ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അഴിമതിയുടെ കാര്യത്തിൽ കേരള മോഡൽ വേണ്ട. ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ഈ നാട്ടിൽ അഴിമതി നടത്തുന്ന ഒരു സാധാരണക്കാരന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി, അവിടെ ചെന്ന് വസ്തുതകൾ നിരത്തി ആ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കേരള മോഡൽ വേണ്ടല്ലേ? അപ്പൊ 27 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ഞങ്ങൾക്കും കൂടി മാറാം. ഉളുപ്പുണ്ടോ അരുൺകുമാറെ ഇങ്ങനെ വന്നിരുന്ന ഒരു ചാനൽ വന്ന് പറയാനായിട്ട്? നിങ്ങളുടെ അഴിമതി സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറം എന്താണ് ഇതിനകത്തുള്ളത്? ഇവിടെ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ഒരു എളുപ്പമില്ല. ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തില് അന്തസ്സോടെ പറയും, ഒരു മടിയില്ല. ഭരണഘടന ഉയർത്തിപ്പിടിക്കും. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണോ താങ്കൾ പറയുന്നത്? ഒരു എളുപ്പമില്ല, അന്തസ്സോടെ പറയും. ഫെഡറലിസം ഉയർത്തിപ്പിടിക്കും, ഭരണഘടന ഉയർത്തിപ്പിടിക്കും. അരുൺകുമാറെ, പിണറായിയെ സംരക്ഷിക്കുന്നതൊക്കെയുള്ള അത്ര ഇത്തിരി ആവേശം നമുക്ക് ചർച്ചയിൽ കുറക്കാം. ഞാൻ എന്തായാലും അങ്ങ് സംസാരിച്ചില്ലല്ലോ. അപ്പൊ പിണറായിയെ ന്യായീകരിക്കാൻ അമിതാവേശം കാണിക്കല്ലേ? ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ കാണുന്നുണ്ടാവും. മകളെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ തന്നെ ഇടപെട്ടില്ലെങ്കിൽ അങ്ങേക്കിനി വരെ നടപടിയും വരുമോ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള സന്മനസ് കാണിക്കും. പിണറായി വിജയനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോ മാത്രമേ, ഞാനിപ്പോ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്, അപ്പൊ ഈ സ്ഥലത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചാനൽ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയം സ്മൃതി അനുവദിക്കുമെന്ന് നോക്ക്. ആരുടെ വെറുതെ അപഹാസ്യനാവല്ലേ? അപ്പൊ അച്ഛനെയും മകളെയും തൊട്ട് കഴിഞ്ഞാൽ, അച്ഛന്റെ കേസുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, PV എന്ന് പറയുന്ന ഈ രാജ്യത്തെ അഴിമതിയുടെ മൂർത്തിയായിരിക്കുന്ന ആളെ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവർക്ക് ഭരണഘടനയെ കുറിച്ച് ഓർമ്മ വരും, ഭരണഘടനാ വിരുദ്ധതയെ കുറിച്ച് ഓർമ്മ വരും. ഇതെല്ലാം രാജ്യത്തെ ഈ സംസ്ഥാനത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടല്ലേ അല്ലെ? ആ തത്രപ്പാടിനപ്പുറം എന്താ ഉള്ളത്? ഇവിടെ നോക്കൂ, ഇത് വലിയ വിജയമായിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. എന്താ? ഗവർണർ ബില്ല് തടഞ്ഞു വിട്ടതിനെ സംബന്ധിച്ചാണ് സുപ്രീം കോടതിയിൽ കേസ് നിന്നത്. ഗവർണർ അനധികൃതമായി അല്ലെങ്കിൽ ഒരു സമയത്തിനപ്പുറം അത് തടഞ്ഞു വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന ലോകായുക്ത അമെന്റ്മെന്റ് കേസിനെ സംബന്ധിച്ച് അത് ഭരണഘടനയായി ടെനബിൾ ആണോ എന്നുള്ള എന്തെങ്കിലും വാദം നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. കച്ചിത്തുരുമ്പിൽ പിടിച്ചു പോലും പിണറായിക്ക് സ്തുതി പാടാൻ നടക്കുന്ന രാഷ്ട്രീയം മറന്നവരായി CPM-ന്റെ നേതാക്കന്മാർ മാറുകയാണ്. അവിടെ ഈ നിയമത്തെ സംബന്ധിച്ച് ഒരു രീതിയിലുള്ള പരിശോധന നടന്നിട്ടില്ല. രാഷ്ട്രപതി ഒപ്പിട്ട ആ ഇതിന്റെ ഭരണഘടനയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് നമുക്കറിയാം. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശ്രീ പ്രശാന്ത് പത്മനാഭൻ തന്നെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.